കാണിക്കുന്ന കെ.സി. വേണുഗോപാലിന് ആ സ്ഥാനാർത്ഥി ഈ മുഖ്യമന്ത്രി മോഹമുണ്ടെങ്കിൽ അവിടെ തൊട്ട് ഇത് കാര്യങ്ങൾ തകരാറിലാവുകയാണ്. കാരണം അദ്ദേഹത്തിന് അതിലും വലിയ ചുമതലയല്ലേ ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ സിറ്റുവേഷനില്, അതായത് കോൺഗ്രസിന് ഇതുവരെ 12 വർഷം ബി.ജെ.പിയുടെ 12 വർഷത്തെ ഭരണത്തിൽ ആദ്യമായി കോൺഗ്രസ് ബി.ജെ.പിക്ക് രാഷ്ട്രീയമായ ഒരു തടയിട് ഇട്ടിരിക്കുകയാണ്, പാർലമെന്റിലും പുറത്തും പല ഇഷ്യൂകളും. അപ്പോൾ ഓർഗനൈസിംഗ് സെക്രട്ടറി, ട്രസ്റ്റഡ് ഓർഗനൈസിംഗ് സെക്രട്ടറി അവിടെ നിന്ന് മാറി നിൽക്കാന്ന് പറഞ്ഞാല് അതിന് രാഷ്ട്രീയപരമായി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് അയക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല നമുക്ക് രാഹുൽ ഗാന്ധിയുടെ മനസ്സ് ഇപ്പോൾ അറിയില്ല. കോൺഗ്രസിന് ഒരു അനിശ്ചിതത്വം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. LDF വിജയിച്ചാൽ പിണറായി മുഖ്യമന്ത്രി, ഇങ്ങനെ ഒരു തീർപ്പും ഒരു അനിശ്ചിതത്വവുമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഒരു നേതൃത്വ ശൂന്യത UDF ഉണ്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ LDFന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ നായകനായി ഇത് തന്നെ, ഇതിന് ബദലില്ല, പിണറായിക്ക് ബദലില്ല, ഇതിന് വേറെയാർ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് CPM രംഗത്തിറങ്ങിയപ്പോൾ കേരളത്തിൽ അന്നും ഈ പറയുന്ന മൂന്നല്ല, ഞാനൊരു കാര്യം കൂടി പറയും, പലരും ഇത് 3ആയി ചുരുക്കിയിരിക്കുകയാണ്. നിങ്ങൾ കെ മുരളീധരനെ അത്ര അണ്ടർ റേറ്റ് ചെയ്യണ്ട. കെ മുരളീധരനെ അപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് എന്നെ പറ്റി എനിക്ക് KC ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയോടും കേരളത്തിലെയും ദേശീയ തലത്തിലുള്ള പാർട്ടിയോടും ചെയ്യുന്ന വലിയ തെറ്റാണ്. രമേശ് ചെന്നിത്തലയുടെ സപ്പോർട്ടേഴ്സ് വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും പോസ്റ്റുകൾ ഇടുന്നുണ്ട്. പ്രതീക്ഷനെ ഒഴിച്ച് ബാക്കി എല്ലാവരും, താങ്കൾ പറഞ്ഞ ബാക്കി ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ആക്റ്റീവാണ്. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആരോ പറയുന്ന പോലെ മന്ത്രിസ്ഥാനങ്ങൾ അവരെ വീതിച്ചു കൊടുത്തിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അതിന്റെ മനസ്താപമുണ്ട്, അതിന്റെ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹവും അതുപോലെ തന്നെ ഇത്. പക്ഷെ നമുക്കൊക്കെ അറിയാം കേരളത്തിലെ ഫൈറ്റിംഗ് പൊളിറ്റീഷ്യൻ UDF ആരായിരുന്നു ചോദിച്ചാൽ ആർക്കും സംശയമില്ല, അത് സതീശൻ തന്നെയായിരുന്നു. എല്ലാ രംഗത്തും എല്ലാ ഇടങ്ങളിലും എല്ലാ ഇഷ്യൂവിലും തക്ക മറുപടിയും കർക്കശമായ തീരുമാനങ്ങളൊക്കെ എടുത്ത്. മാത്രമല്ല താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു റീഡിങ് ഇവിടുന്നുള്ള കറക്റ്റ് ആണെങ്കിൽ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സതീശനല്ലേ സർ? അതെ അല്ലെ, ഞാൻ സാമാന്യേന ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു കോൺഗ്രസ് സപ്പോർട്ടർ കൂടി ആവണ്ട. ന്യായം സതീശന്റെ പക്ഷത്താണ്. അത് ഒരു വേറെ എന്ത് അന്യായം കൊണ്ടും മറയ്ക്കാൻ കഴിയുകയില്ല. ഇത് ഞാനൊരു കാര്യം താങ്കൾ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. എങ്ങനെയാണ് സതീശൻ പ്രതിപക്ഷ നേതാവായത്? രമേശ് ചെന്നിത്തല കൂടി പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ആ പ്രതിപക്ഷ MLA-മാരിൽ അധികം പേർ സതീശനിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതല്ലേ? ആ പ്രതിപക്ഷ നേതാവായെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ പറ്റി രമേശ് ചെന്നിത്തലയ്ക്കോ KC വേണുഗോപാലിനോ എന്തെങ്കിലും പരാതി ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ശശി തരൂരിനെ രാജിവെക്കാൻ സമ്മതിച്ചില്ല? രാജിവെക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന് 5 സീറ്റുകൾ അധികം കൊണ്ടുവരുമായിരുന്നല്ലോ. അത് ചെയ്യുന്ന അന്യായമായിരുന്നില്ലേ ശശി തരൂരിനോട്? ഇന്നത്തെ സിറ്റുവേഷനിലെ ശശി തരൂർ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹം ചെയ്ത പല പ്രവൃത്തികളും കോൺഗ്രസ് ഹൈക്കമാൻഡിനെയും കോൺഗ്രസ് പ്രവർത്തകരെയും പൊതുവെ അദ്ദേഹത്തെ ഒരു മാറ്റി നിർത്തുന്ന പ്രക്രിയയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് കാരണം ബി.ജെ.പിയിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല. ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണ്, വേറെ ആരുമല്ല. ചെറിയാൻ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അവസാന വാക്ക് AK ആന്റണിയുടേതായിരിക്കുമെന്നാണോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അത്തരത്തിൽ അങ്ങനെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അദ്ദേഹം ജീവിച്ചിടത്തോളം കാലം ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഗാന്ധി കുടുംബത്തിന് ഏറ്റവും വിശ്വസ്തനായ ആള് അദ്ദേഹമാണ്. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്, അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തോട് ചോദിക്കാതെ ഒരു പേര് ചോദിക്കുന്നവരുടെ അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും ലാസ്റ്റ് വേർഡ്. അദ്ദേഹം പറയുവാണ് താങ്കൾ ഉറച്ചു പറയൂ, താങ്കൾ ഒരു നിലപാടെടുത്താലും അപ്പൊ അവസാന വാക്ക് AK ആന്റണിയുടേതാണെന്ന് താങ്കൾ കരുതുന്നു അല്ലേ? തീർച്ചയായിട്ടും. ആണോ? അത്
അത് പറയൂ അത് എളുപ്പമുണ്ടല്ലോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം പഴയ AK ആന്റണി അല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ ദേശീയ സ്ഥിതി മനസ്സിലാക്കാനുള്ള കഴിവ്, ദൈനംദിന കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ അറിവ്, ഇതെല്ലാം പഴയ AK ആന്റണി അല്ല. ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് അദ്ദേഹവുമായി ദീർഘമായി സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പുതിയ ഒരു തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം തന്റെ തലയിൽ വരാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ കരുതുന്നു ജനാഭിപ്രായവും പൊതു UDF അഭിപ്രായവും സതീശനെ സഹായിക്കുമെന്ന്. അതന്നെ, അങ്ങനെ വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.